വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ വചനം ഇങ്ങനെയാണെന്നിരിക്കെ പല സഭകളും രക്ഷകരായി പലരെയും അവരോധിക്കുന്നുണ്ട്, അവരോട് പ്രാർത്ഥനകളും നേർച്ച കാഴ്ചകളും നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് പുറത്തിറങ്ങിയ വർത്തിക്കാൻ പത്രക്കുറിപ്പിൽ സഭയിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന യേശുവിൻ്റെ അമ്മയായ മറിയയോടുള്ള മധ്യസ്ഥതയിൽ രക്ഷ പ്രാപിക്കാം എന്ന വസ്തുതയിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു. യേശു മാത്രമാണ് ഏകരക്ഷകനെന്നും മറിയ സഹരക്ഷകയല്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. യേശു തൻ്റെ അമ്മയായ മറിയയിൽ നിന്ന് വിവേകമുള്ള വചനങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ലോകത്തെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മറിയയ്ക്ക് കഴിയുകയില്ല. അതിനാൽ കന്യക മറിയത്തോടുള്ള പ്രാർത്ഥനയും മധ്യസ്ഥതയും ഒഴിവാക്കണമെന്ന് ലിയോ 14-ാമൻ മാർപ്പാപ്പ വിശ്വാസ സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. 1 തിമോഥെയോസ് 2-ാം അധ്യായം 5 മുതൽ 6 വരെ വായിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്ന് പൗലൂസ് ഉറപ്പിച്ചു പറയുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഏതു സമയത്തും തൻ്റെ കൃപാസനത്തോളം അടുത്ത് ചൊല്ലുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുമ്പോൾ വേറെ മധ്യസ്ഥരെ തേടി നാം പോകേണ്ട ആവശ്യമില്ല.